ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇവനിങ് സ്റ്റഡി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് ഇടാൻ സാധിക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോസൊക്കെ ഒത്തിരി ഡിലേ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് പഠനവിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എക്കണോമിക്സാണ്. എക്കണോമിക്സിലെ നാഷണൽ ഇൻകം ആ ഭാഗമാണ് നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. NCERT ആട്ടോ ഇപ്പോൾ നോക്കുന്നത്. കാരണം നമ്മുടെ എൻ്റെ റാങ്ക് ഫയലിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ലക്ഷ്യേൻ്റെ ഇച്ചിരി ഓൾഡായിട്ടുള്ള റാങ്ക് ഫയലാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ NCERT ആണല്ലോ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാമെന്നാണ്. പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്. നോക്കുമ്പം കുറേ ഫോർമുലാസൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. കാരണം നാഷണൽ ഇൻകം കാണുന്നതും അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തം വേണോ എന്നതിനെക്കുറിച്ച് തന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ആദ്യം PYക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ PYക്ക് നോക്കാതെയാണ് ഈ ചാപ്റ്റർ പഠിക്കണത്. പക്ഷേ എനിക്ക് PYക്കും കൂടെ നോക്കണം. എന്നാലാണ് നമുക്ക് ഏത് രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് ആ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ മതിയാവുമല്ലോ. കാരണം ഈ ഒരു ചാപ്റ്ററിൽ കുറേ ഇങ്ങനെ ഇക്വേഷൻസ് ഫോർമുലാസൊക്കെ തന്നെയാണുള്ളത്. അപ്പം അങ്ങനെ ഒക്കെയാണ്. അപ്പം മഴയൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിൽ മഴയുണ്ട്. മഴ കഴിഞ്ഞ് നല്ല കൂൾ അറ്റ്മോസ്ഫിയറായിട്ടോ, നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയാണ്. ചൂടൊക്കെ നല്ല കുറയുന്നുണ്ട്. ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെടികളെയൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ടാണ് കയറി വന്നത്. പിന്നെ മഴയൊക്കെ കിട്ടുകൊണ്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ മൊത്തം ഒന്ന് നോക്കി ഒന്ന് നല്ല കൂളായിട്ട് അകത്ത് കയറി തന്നെയാണ് പഠിക്കാനിരുന്നത്. ചായ കുടിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. മക്കളൊക്കെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ എപ്പോഴാണോ ഒച്ചപ്പാടെടുത്ത് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എക്സാം ഇങ്ങ് അടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മുമ്പ് വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസാണ്. അപ്പോൾ എനിക്കിനി വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാംസിൻ്റെ എക്സാമും പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണെന്ന് അങ്ങനെ ഏതോ 2 എക്സാംസ് ഉള്ളൂ. അതിൻ്റെ ഡിഗ്രി പ്രിലിംസ് ഇനി വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് മെയിലുണ്ട്. അപ്പോൾ 2 ഘട്ടമായിട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലാണ് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കൊന്ന് ഫസ്റ്റ് ഘട്ടം മെയ് 20, 24 ആ ഒരു എപ്പോഴും ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നമ്മൾ ഇനിയും ഒത്തിരി നമ്മുടെ പഠനം ഉഴപ്പിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൈവിട്ട് പോകും. പ്രിലിംസൊക്കെ കൈവിട്ട് പോകും. അല്ലെങ്കിലും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്ക് പഠിക്കുക എന്ന് തന്നെയാണ് ഉള്ള ഒരു ഓപ്ഷൻ. നമ്മൾ നല്ലോണം ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന എത്ര അവസരമാണോ, കുഞ്ഞ് സമയമാണെങ്കിലും അത് കളയാതെ വേഗം പഠിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ സെലിബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളവിടെ നമ്മുടെ ടൈം കുറേ പോകും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സെലിബ്രേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്രിസ്ത്യൻസിനെയൊക്കെ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ വിഷു അതുപോലെയുള്ളത്. നമുക്കത് ചില കേസിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു വീട്ടമ്മേനൊക്കെ ഒരു കേസിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്ഥലങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അല്ലാത്തവരുടെ കേസിലാണെങ്കിലും നമ്മൾ ദിവസവും ഒരു പേജെങ്കിലും എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 2 ദിവസം ബുക്ക് നോക്കാണ്ടിരുന്ന് കഴിയുമ്പോൾ 3-ാം ദിവസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ബുക്ക് എടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ എവിടെ പഠിച്ചു, ഇനി എവിടെ നിന്ന് തുടങ്ങണം. എനിക്കൊക്കെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞാനങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ ബുക്ക് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരവസ്ഥ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഒരു കുറച്ച് ദിവസം എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ പോയാലും 1 മാസമൊക്കെ തന്നെ ഉള്ളൂ ഫസ്റ്റ് ഫേസിൽ വന്നാൽ തന്നെ. അങ്ങനെ 1 മാസം ഉണ്ടോ? 1 മാസം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1 മാസം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്കിപ്പോൾ റിവിഷൻ ടൈം തന്നെയാണ്. അപ്പം ഇനി മാക്സിമം പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ചതൊക്കെ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.